വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ചൊവ്വാഴ്ച നടക്കുന്ന ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിലെ മിക്ക ക്വസ്റ്റ്യൻസും ജനറൽ PSC ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. 10th മെയിൻസ്, ബെപ്കോ, LD, VFA പോലെയുള്ള എക്സാം ഉള്ളവർ ഇത് നന്നായിട്ട് തന്നെ പഠിക്കുക. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഇതിലെ മിക്ക ക്വസ്റ്റ്യൻസും ജനറൽ PSC ടോപ്പിക്സിലെയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം? ഓപ്ഷൻ ഡി ലാഹോർ. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ലാഹോർ. താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 2, 1, 4, 3 എന്ന് വരും. അതായത് ശ്രീഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക. ശ്രീഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2. അപ്പോൾ അവരുടെ പീരീഡ് എന്ന് പറയുന്നത് ശ്രീഗുപ്തൻ 240 മുതൽ 280 വരെ, ചന്ദ്രഗുപ്തൻ 1 319 മുതൽ 375 വരെ, സമുദ്രഗുപ്തൻ 335 മുതൽ 375 വരെ, ചന്ദ്രഗുപ്തൻ 2 375 മുതൽ 415 വരെ. തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം? ഓപ്ഷൻ സി 1398. തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം 1398. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിലെ നേതാക്കന്മാര്, അവര് കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബഹദൂർ ഷാ 2 ഡൽഹി, കുൻവർ സിംഗ് ആര, നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിഭായി ഗ്വാളിയോർ. ഇമ്പോർട്ടൻ്റ് ആണ്, PSC എപ്പോഴും ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിൻ്റെ നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ബഹദൂർ ഷാ 2 ഡൽഹി, കുൻവർ സിംഗ് ആര, നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിഭായി ഗ്വാളിയാർ. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം? ഓപ്ഷൻ ബി 2025 ജനുവരി 19. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് EP രാജഗോപാലിനാണ്. ഓർത്തു വയ്ക്കുക, 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാൽ. അടുത്തിടെ നടന്ന 10th പ്രിലിംസിനൊക്കെ ഈ ചോദ്യം ഉണ്ടായിരുന്നേ. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന്? EP രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ. ഉൾക്കഥ എന്ന പുസ്തകത്തിനാണ് EP രാജഗോപാലിന് ഓടക്കുഴൽ അവാർഡ് 2025 ലഭിച്ചത്. അപ്പോൾ ആ നോവലിൻ്റെ പേരും ആളുടെ പേരും ഓർത്തു വയ്ക്കുക കേട്ടോ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്
EP രാജഗോപാലാണ്. കൃതി ഉൾക്കഥ. ഇതൊരു സാഹിത്യ വിമർശന ഗ്രന്ഥമാണ് ഈ ഉൾക്കഥ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? കുഞ്ചൻ നമ്പ്യാരുമായിട്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം? ഓപ്ഷൻ സി മനു ഭാക്കർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരാണ്? മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ ക്രിസ്റ്റൽ വ്യക്തിഗത വിഭാഗത്തിലും മിക്സഡ് ടീം ഇനത്തിലുമാണ് മനു ഭാക്കർ വെങ്കലം നേടിയത് കേട്ടോ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വർണ്ണരാജി എം ലീലാവതി. സഫലമീ യാത്ര NN കക്കാട്. ശ്യാമമാധവം പ്രഭാവർമ്മ. മധുരം നിന്റെ ജീവിതം KP അപ്പൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതുക. വർണ്ണരാജി എം ലീലാവതി. സഫലമീ യാത്ര NN കക്കാട്. ശ്യാമമാധവം പ്രഭാവർമ്മ. മധുരം നിന്റെ ജീവിതം KP അപ്പൻ. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി മിതോഷ്ണ പ്രദേശങ്ങൾ. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? മിതോഷ്ണ പ്രദേശങ്ങൾ. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ഡാഷ് എന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ഡാഷ് എന്നാണ് വിളിക്കുന്നത്? ശിലാമണ്ഡലം. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? ഓപ്ഷൻ സി പ്രസ്താവന രീതി. ഭൂപടത്തിൽ നൽകിയിട്ടുള്ള ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? പ്രസ്താവന രീതി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിലിന്. 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മാധവ് ഗാഡ്ഗിലിന്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? ഓപ്ഷൻ ബി നബാർഡ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. നബാർഡ് നിലവിൽ വന്നത് എന്നാണ്? 1982 ജൂലൈ 12 അത് ഡേറ്റ് ഫുൾ ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത് കേട്ടോ. ജൂലൈ 12 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്.
നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്, ഓർത്ത് വെച്ചോണം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഓക്കെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഓപ്ഷൻ എ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ മാതൃക അനുസരിച്ചാണ് ആയിരുന്നേ. അതൊന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃക അനുസരിച്ചായിരുന്നു? ഹരോൾഡ് ഡോമർ മാതൃക അനുസരിച്ച് കേട്ടോ. PSC എപ്പോഴും ചോദിക്കുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക അനുസരിച്ചായിരുന്നു. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? KN രാജ്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഓപ്ഷൻ ബി സുസ്ഥിര വികസനം. താഴെ പറയുന്നതിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത്. ഓപ്ഷൻ ഡി ജൈവ കൃഷിരീതികൾ അവലംബിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക. താഴെ പറയുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ജൈവ കൃഷിരീതികൾ അവലംബിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്, ഓർത്തുവെക്കുക. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. താഴെ പറയുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ സി 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയാണ്. ഈ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 മെയ് 17 കേട്ടോ. ഓർത്ത് വെച്ചോണേ. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17 ആ ഡേറ്റ് PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 മെയ് 17 ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ പീരീഡ് ഏകദേശം എപ്പോൾ വരും? പീരീഡ് എന്നാണ് വരുന്നത്? 1997 മുതൽ 2002 വരെയാണ് ഈ 9ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. ഓക്കെ. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ശരി. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അപ്പൊ രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാൻ കഴിയും. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്.
ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ് കേട്ടോ. റഷ്യയുടെ അല്ല, അയർലൻഡാണ്. PSC എപ്പോഴും ചോദിക്കാറുണ്ട് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടതെന്ന്. എവിടെ നിന്നാണ്? അയർലൻഡ്. അയർലൻഡ് കേട്ടോ, അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന്. അപ്പോൾ നോക്കിക്കേ, ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടനിൽ നിന്ന്, മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 91ാമത് ഭരണഘടനാ ഭേദഗതി. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91ാമത് ഭരണഘടനാ ഭേദഗതി 2003 കേട്ടോ. 91ാമത് ഭരണഘടനാ ഭേദഗതി 2003 ഓക്കെ. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? ഓപ്ഷൻ ഡി രാഷ്ട്രപതിക്ക്. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻ ഡി കുവൈറ്റ്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് രാജ്യത്തിൻ്റെതാണ്? കുവൈറ്റിൻ്റേത് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത്? ഓപ്ഷൻ ബി 3ഉം 2ഉം മാത്രം. താഴെ പറയുന്നതിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് N ശേഷാദ്രിനാഥനാണ് കേട്ടോ. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് N ശേഷാദ്രിനാഥൻ. ഓർത്തു വെച്ചോണേ. ഇപ്പോൾ പുതിയ ആളാണ് കേട്ടോ, പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? N ശേഷാദ്രിനാഥൻ. N ശേഷാദ്രിനാഥൻ. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥൻ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര? നൂറ് ദിവസമാണ് ഈ ചോദ്യപേപ്പറിലെ. ഇപ്പം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാറി MGNREGA മാറിയിട്ട് ഇപ്പോൾ എന്തായി? അത് VBG റാംജി ആയി കേട്ടോ. VBG റാംജി ആയി. അപ്പോൾ VBG റാംജി അനുസരിച്ച് നിലവിലെ തൊഴിൽ ദിനങ്ങൾ 125 ദിവസമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം തന്നെ പഠിച്ചു വെച്ചോണം. എന്താണ്?
MGNREGA ആയിരുന്നപ്പോഴായിരുന്നു എന്ത് 100 ദിവസം, അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അതനുസരിച്ച് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് 100 ദിവസമായിരുന്നു തൊഴിൽ ദിനങ്ങൾ. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരൊക്കെ മാറ്റിയായിരുന്നല്ലോ. എന്താണ്? VBG റാംജി എന്നായി കേട്ടോ. VBG റാംജി. നോക്കിക്കേ, VBG റാംജി. ഈ VBG റാംജി അനുസരിച്ച് ഇപ്പം 125 തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. VBG റാംജി അനുസരിച്ച് 125 തൊഴിൽ ദിനങ്ങളാണ് പുതിയതായിട്ട് കേട്ടോ. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ രീതി അനുസരിച്ച് എന്താ VBG റാംജിയാണ് ഇപ്പോൾ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താ? പേരൊക്കെ മാറ്റിയല്ലോ, VBG റാംജി എന്നാക്കി. അതനുസരിച്ച് 125 ദിവസമാണ് തൊഴിൽ ദിനങ്ങൾ കേട്ടോ. 125 ദിവസം. അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പായിരുന്നെങ്കിലോ MGNREGA ആയിരുന്നു. MGNREGA അനുസരിച്ചാണ് ഈ 100 ദിവസം. അതിപ്പോൾ പുതുക്കി ഈ 2026 അതെല്ലാം മാറ്റി ഇപ്പം പുതിയ രീതി അനുസരിച്ച് 125 ദിവസമാണ്. പുതിയ രീതി അനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ പേര് തന്നെ മാറ്റി എന്തായി? VBG റാംജി എന്നായി. അതനുസരിച്ച് ഇപ്പം 125 തൊഴിൽ ദിനങ്ങളാണുള്ളത്. 125 തൊഴിൽ ദിനങ്ങൾ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം? ഓപ്ഷൻ ബി KSEB. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം KSEB ആണ്. ഓപ്ഷൻ ഡി KSEB. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. അപ്പം മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ: മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡേറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗതയേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളട്ടൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡേറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളട്ടൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ലിങ്ക്ഡിൻ. താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ലിങ്ക്ഡിൻ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡേറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാള്, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡേറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാള്, പിഴവുള്ള നെറ്റ്വർക്ക് കേബിള്. IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ സി ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. എന്താണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ സി A and B ഉത്തരമായി എടുക്കാവുന്നതാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. എന്താണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? എന്തൊക്കെയാണ്? ഓരോ പൊതു അധികാരത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന്, വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും, പൊതു അധികാര സ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിന്.
എന്താണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? ഓരോ പൊതു അധികാര സ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന്, വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും, പൊതു അധികാര സ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിന്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ സി, മേൽ പറഞ്ഞ എയും ബിയും ഉത്തരമായി സ്വീകരിക്കാം. മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? വയോജനങ്ങളുടെ സംരക്ഷണത്തിന് അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വയോജനങ്ങളെ സംരക്ഷിക്കുക. മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? വയോജനങ്ങളുടെ സംരക്ഷണത്തിന് അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വയോജനങ്ങളെ സംരക്ഷിക്കുക. ഏതെല്ലാം അവകാശങ്ങളാണ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 എടുത്തു പറയുന്നത്? ഓപ്ഷൻ എ, ഹർജിക്കാരിക്ക് അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ്, ധനസഹായം അല്ലെങ്കിൽ ജീവനാംശം നൽകുന്നതിനുള്ള ഉത്തരവ്, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ. ഏതെല്ലാം അവകാശങ്ങളാണ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 എടുത്തു പറയുന്നത്? ഹർജിക്കാരിക്ക് അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ്, ധനസഹായം അല്ലെങ്കിൽ ജീവനാംശം നൽകുന്നതിനുള്ള ഉത്തരവ്, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പോസ്കോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ് നൽകുന്നത്? ഓപ്ഷൻ ബി, കുറഞ്ഞത് 3 വർഷം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പോസ്കോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ് നൽകുന്നത്? കുറഞ്ഞത് 3 വർഷം. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപുസ്തകം? ഓപ്ഷൻ ബി, കളിത്തോണി. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപുസ്തകം കളിത്തോണി. ആത്മസാക്ഷാത്കാരം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കർക്കശമായ അച്ചടക്കം അനിവാര്യമാണെന്ന് സിദ്ധാന്തിച്ചത്? ഓപ്ഷൻ എ, ആശയവാദം. ആത്മസാക്ഷാത്കാരം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കർക്കശമായ അച്ചടക്കം അനിവാര്യമാണെന്ന് സിദ്ധാന്തിച്ചത് എന്താണ്? ആശയവാദം. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം? ഓപ്ഷൻ ബി, കണ്ടല ലഹള. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ്? കണ്ടല ലഹള. കിൻഡർഗാർട്ടൻ ലോകത്തിന് സംഭാവന ചെയ്തത്? ഓപ്ഷൻ ഡി, ഫ്രോബൽ. കിൻഡർഗാർട്ടൻ ലോകത്തിന് സംഭാവന ചെയ്തത് ഫ്രോബലാണ്. പ്രകൃതി എന്ന അദർശിയായ അധ്യാപികയ്ക്ക് അവളുടെ തത്വങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം വേണം എന്ന് പ്രസ്താവിച്ചത്? ഓപ്ഷൻ സി, രവീന്ദ്രനാഥ ടാഗോർ. പ്രകൃതി എന്ന അദർശിയായ അധ്യാപികയ്ക്ക് അവളുടെ തത്വങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം വേണമെന്ന് പ്രസ്താവിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്? ഓപ്ഷൻ സി, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം.
ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത്. ഓപ്ഷൻ എ സ്ഥിരത. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് എന്താണ്? സ്ഥിരത. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയാണ് തീവ്രത, ക്ഷണികത, ചഞ്ചലത. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണ്? തീവ്രത, ചഞ്ചലത, ക്ഷണികത. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ വെറുതെ ഒരു കോമൺ സെൻസ് ചിന്തിച്ചാൽ തന്നെ ഉത്തരം കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ആ ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കണ്ട് ഉത്തരം എഴുതുക കേട്ടോ. ഒന്ന് ചിന്തിച്ചെഴുതുക. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്ത എന്താ? സ്ഥിരതയുണ്ടോ? ബാല്യകാലങ്ങളിൽ നമുക്കൊരു സ്ഥിരതയില്ലല്ലോ. സ്ഥിരതയാണ്. സവിശേഷത അല്ലാത്തത് എന്താണ്? ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് സ്ഥിരത. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല. ഓപ്ഷൻ ഡി എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. പക്വ വ്യക്തിത്വം, മച്ചുവേർഡ് പേഴ്സണാലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓപ്ഷൻ ബി GW ആൽപോർട്ട്. പക്വ വ്യക്തിത്വം, മച്ചുവേർഡ് പേഴ്സണാലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത് GW ആൽപോർട്ട്. ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിന്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണെന്ന് പരിശോധിക്കാനുമുള്ള മാർഗം. ഓപ്ഷൻ സി സാമൂഹ്യ ബന്ധ പരിശോധന, സോഷ്യോമെട്രിക് ടെക്നിക്ക്. ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിന്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുള്ള മാർഗം സാമൂഹ്യ ബന്ധ പരിശോധന, അതായത് സോഷ്യോമെട്രിക് ടെക്നിക്ക്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠനരീതിയായ ക്രിയാ ഗവേഷണത്തിന്റെ ആവിഷ്കർത്താവ്. ഓപ്ഷൻ ഡി സ്റ്റീഫൻ എം കോറി. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠനരീതിയായ ക്രിയാ ഗവേഷണത്തിന്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറി. പിയാഷെയുടെ ഇന്ദ്രിയജാലക ഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ഭാഷ വികസിക്കുന്നു. പിയാഷെയുടെ ഇന്ദ്രിയചാലക ഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഭാഷ വികസിക്കുന്നു. പിയാഷെയുടെ ഇന്ദ്രിയചാലക ഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടുന്നവയാണ് മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. പിയാഷെയുടെ ഇന്ദ്രിയചാലക ഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടുന്നവ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തതേത്? ഓപ്ഷൻ സി ഹോപ്പ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തതേതാണ്? ഹോപ്പ്. ഹോപ്പ് എന്ന് വെച്ചാൽ പരീക്ഷയിൽ തോറ്റ കുട്ടികൾക്കുള്ള പദ്ധതിയാണ് ഈ ഹോപ്പ്. ഓക്കെ. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ഓപ്ഷൻ എ 1961. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. പുളിക്കുന്ന മുന്തിരി ശൈലി താഴെ പറയുന്നവയിൽ ഏത് സമായോജന ക്രിയാതന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി യുക്തീകരണം, റാഷണലൈസേഷൻ കേട്ടോ. പുളിക്കുന്ന മുന്തിരി ശൈലി താഴെ പറയുന്നതിൽ ഏത് സമായോജക ക്രിയാതന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്? യുക്തീകരണം, റാഷണലൈസേഷൻ. WHO നിയന്ത്രിക്കുന്ന ജീവിത നൈപുണികളിൽ പെടാത്തതേത്? WHO എന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ പെടാത്തതേതാണ്? ഓപ്ഷൻ ഡി ബഹുമുഖ ബുദ്ധി. WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ പെടാത്തത് ബഹുമുഖ ബുദ്ധി. WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ പെടുന്നവയാണ് സ്വയം അറിയുക, ക്രിയാത്മക ചിന്ത, തീരുമാനമെടുക്കൽ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ പെടുന്നവ. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം സൗജന്യവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം 6-നും 14-നും ഇടയിലുള്ള എല്ലാവർക്കും നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രായത്തിനനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആക്ട് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RPWD. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം സൗജന്യവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം 6-നും 14-നും ഇടയിലുള്ള എല്ലാവർക്കും നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്.
ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആക്ട് താഴെ പറയുന്നതിൽ ഏതാണ്? റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RPWD. കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടി. ഓപ്ഷൻ ബി ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ. കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏത്? ഓപ്ഷൻ സി വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു തള്ളുക. അതായത് നേരിട്ട് തൊടരുത് കേട്ടോ, നേരിട്ട് തൊടാൻ പാടില്ല. ഈ വൈദ്യുതാഘാതമേറ്റ ആളെ നേരിട്ട് പോയി നമ്മൾ തൊടാൻ പാടില്ല. വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു തള്ളുക. വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ അനുബന്ധ സ്വിച്ച് ഓഫാക്കുക, ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക, പൊള്ളലുണ്ടെങ്കിൽ അതിനുള്ള പരിചരണം നൽകുക. അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ. താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ചെങ്കണ്ണ്. താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ചെങ്കണ്ണ്. ചെങ്കണ്ണെന്ന് വെച്ചാൽ പകർച്ചവ്യാധിയാണ് കേട്ടോ. മറ്റേതൊക്കെ കണ്ണിൻ്റെ രോഗം, കണ്ണിൻ്റെ വൈകല്യങ്ങളാണ്. കണ്ണിൻ്റെ വൈകല്യങ്ങളാണ് ഈ തിമിരം, ഗ്ലോക്കോമ, മയോപ്പിയ ഒക്കെ. ചെങ്കണ്ണെന്ന് വെച്ചാൽ ഒരു പകർച്ചവ്യാധിയാണ്. നമുക്കറിയാൻ വരും ചെങ്കണ്ണെന്ന് വെച്ചാൽ കണ്ണിങ്ങനെ ചുമന്നു വരുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കണ്ണിസൂക്കേട് എന്ന് പറയും. പക്ഷെ അത് കണ്ണിസൂക്കേടുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അത് പകരും. കാരണം അതിനകത്ത് എന്തോ ഒരു ഇത് കണ്ണിസൂക്കേടുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും കണ്ണിസൂക്കേട് പിടിക്കും കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ എന്താണ് താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? ചെങ്കണ്ണ്. ചെങ്കണ്ണെന്ന് വെച്ചാൽ എന്താണ്? പകർച്ചവ്യാധിയാണ്. ഓക്കെ. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി. ഓപ്ഷൻ എ സർഗവസന്തം. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി സർഗവസന്തം. താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ഡയബറ്റിസ്. താഴെ പറയുന്നതിൽ വിറ്റാമിനുകളുടെ അപര്യാപ്ത രോഗം അല്ലാത്തത് ഏതാണ്? ഡയബറ്റിസ്, പ്രമേഹം. വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, റിക്കറ്റ്, സ്കർവി. നിശാന്തത ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ. റിക്കറ്റ്സ് ആണെങ്കിലോ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ്. സ്കർവി ആണെങ്കിൽ വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. നിശാന്തതയാണെങ്കിൽ വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. റിക്കറ്റ്സ് ആണെങ്കിലോ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. സ്കർവി ആണെങ്കിൽ അത് വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. കേരള സംസ്ഥാന സമ്പൂർണ്ണ കായികക്ഷമതാ പദ്ധതി ശുപാർശ ചെയ്യുന്ന 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് നിരക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ലോവർ എൻഡ് ഓഫ് BMI 14.3, അപ്പർ എൻഡ് ഓഫ് BMI 21.0. കേരള സംസ്ഥാന സമ്പൂർണ്ണ കായികക്ഷമതാ പദ്ധതി ശുപാർശ ചെയ്യുന്ന 10 വയസ്സ് വരെയുള്ള ഒരു ആൺകുട്ടിയുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് നിരക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ലോവർ എൻഡ് ഓഫ് BMI 14.3, അപ്പർ എൻഡ് ഓഫ് BMI 21.0. ഹൊവാർഡ് ഗാർഡനർ അവതരിപ്പിച്ച ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി സാംസ്കാരികപരമായ ബുദ്ധി. ഹൊവാർഡ് ഗാർഡനർ അവതരിപ്പിച്ച ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സാംസ്കാരികപരമായ ബുദ്ധി. ഹൊവാർഡ് ഗാർഡനർ അവതരിപ്പിച്ച ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടുന്നവയാണ് ഭാഷാപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.
ഹൊവാർഡ് ഗാർഡനർ അവതരിപ്പിച്ച ബഹുമുഖ ബുദ്ധിയിൽ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നവ? ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് താഴെ തന്നിരിക്കുന്നതിലെ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ, 2 മുതൽ 7 വയസ്സ് വരെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് ആയി കണക്കാക്കുന്നത്. ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 3 മുതൽ 8 വയസ്സ് വരെയാണ് കേട്ടോ. 2 മുതൽ 7 വയസ്സ് വരെ അല്ല. ഓർത്ത് വെക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 3 മുതൽ 8 വയസ്സ് വരെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജായി കണക്കാക്കുന്നത്. ഓർത്ത് വയ്ക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 3 മുതൽ 8 വയസ്സ് വരെ 3 മുതൽ 8 വയസ്സ് വരെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് ആയി കണക്കാക്കുന്നത്. ഓക്കെ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് ഏതൊക്കെയാണ്? 3 വർഷത്തെ അംഗൻവാടി വിദ്യാഭ്യാസം ഇതിൽ ഉൾപ്പെടും. അംഗൻവാടികൾ സ്കൂളിനൊപ്പം പ്രവർത്തിച്ച് ബാലവാടിക സ്കൂൾ കോംപ്ലക്സ് പ്രാവർത്തികമാക്കേണ്ടതാണ്. അടിസ്ഥാനപരമായ ഭാഷ ഗണിതശേഷികൾ ഈ കാലയളവിൽ ആർജിക്കുന്നതിന് പ്രാധാന്യം നൽകേണ്ടതാണ്. അപ്പോൾ ആ പോയിന്റ് പ്രത്യേകം ഓർത്ത് വെക്കുക കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3 വർഷത്തെ അംഗൻവാടി വിദ്യാഭ്യാസം ഇതിൽ ഉൾപ്പെടും. അംഗൻവാടികൾ സ്കൂളിനൊപ്പം പ്രവർത്തിച്ച് ബാലവാടിക സ്കൂൾ കോംപ്ലക്സ് പ്രാവർത്തികമാക്കേണ്ടതാണ്. അടിസ്ഥാനപരമായ ഭാഷാ ഗണിതശേഷികൾ ഇക്കാലയളവിൽ ആർജിക്കുന്നതിന് പ്രാധാന്യം നൽകേണ്ടതാണ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഭക്ഷ്യവസ്തുക്കളിലെ മായത്തെക്കുറിച്ച് പരാതി നൽകാൻ നമ്മെ സഹായിക്കുന്ന വെബ്സൈറ്റ് ഏതാണ്? ഓപ്ഷൻ സി, www.fssai.gov.in. ഭക്ഷ്യവസ്തുക്കളിലെ മായത്തെക്കുറിച്ച് പരാതി നൽകാൻ സഹായിക്കുന്ന വെബ്സൈറ്റ് ഏതാണ്? www.fssai.gov.in. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, പോഷകസമൃദ്ധമായ ഭക്ഷണം. ജങ്ക് ഫുഡ് പോഷകസമൃദ്ധമായ ഭക്ഷണമാണോ? അല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിലും ചുമ്മാ വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ്? ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എന്താണ്? പോഷകസമൃദ്ധമായ ഭക്ഷണം. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? പൊണ്ണത്തടി ഉണ്ടാവാൻ കാരണമാകുന്നു, പഠനത്തെയും ഓർമ്മശക്തിയെയും പ്രതികൂലമായി ബാധിക്കുന്നു, അമിത ആഹാരം കഴിക്കാനുള്ള പ്രവണത. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഇതൊക്കെ ഈ ICDS സൂപ്പർവൈസർ എക്സാം എഴുതുന്നവർ മാത്രം ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ, ഈ ചോദ്യങ്ങളൊക്കെ. ചെറിയ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തത്? ഓപ്ഷൻ ബി, നിശാന്തത. ചെറിയ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തത് ഏതാണ്? നിശാന്തത. നിശാന്തത എന്താ? പകർച്ചവ്യാധിയാണോ? അല്ല, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഓക്കെ. ECE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം? ഓപ്ഷൻ സി, അങ്കണവാടികൾ കേട്ടോ. എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ECE നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം ഏതാ? അംഗൻവാടി. ഇത് നമുക്ക് വായിച്ചാൽ വെറുതെ മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എവിടെയാണ്? അങ്കണവാടിയില്ല അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ADHD പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ ഡി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ ദീർഘകാലത്തെ പഠന തെളിവുകളുടെ ശേഖരം? ഓപ്ഷൻ സി, പോർട്ട്ഫോളിയോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കുട്ടിയുടെ ദീർഘകാല പഠന തെളിവുകളുടെ ശേഖരം എന്താണ്? പോർട്ട്ഫോളിയോ എന്ന് പറയും. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയ നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന അധ്യാപക ശാക്തീകരണ പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി, പ്രശിക്ഷ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയ നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന ശാക്തീകരണ പരിപാടിയാണ് പ്രശിക്ഷ.
ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടന. ഓപ്ഷൻ എ യുനിസെഫ്. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടന ഏതാണ്? യുനിസെഫ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്തത്. ഓപ്ഷൻ ഡി ധനസമ്പാദനം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്ത എന്താണ്? ധനസമ്പാദനം. ഇതൊരു കോമൺ സെൻസിൽ എഴുതാവുന്ന ചോദ്യം അല്ലേ? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്ത എന്താ? ധനസമ്പാദനം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയുന്നവ എന്തൊക്കെയാണ്? അറിവ് നേടുക, സ്വഭാവ രൂപീകരണം, തൊഴിലിന് പ്രാപ്തരാവുക. വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെയല്ലേ ചെയ്യുന്നത്? അറിവ് നേടും, സ്വഭാവം രൂപീകരിക്കും, തൊഴിലിന് പ്രാപ്തരാകും. അത് കഴിഞ്ഞിട്ടല്ലേ സമ്പാദ്യമൊക്കെ ചെയ്യുന്നത്. ധനസമ്പാദനമൊക്കെ നമുക്ക് തൊഴിൽ കിട്ടിക്കഴിയുമ്പോഴാണ് സമ്പാദിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതെന്താ? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയുമോ? ഇല്ല. വിദ്യാഭ്യാസം നേടി ജോലി കിട്ടിക്കഴിയുമ്പോഴാണ് ധനസമ്പാദനം നടക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്തത്? ധനസമ്പാദനം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ്? അറിവ് നേടുക, തൊഴിലിന് പ്രാപ്തരാവുക, സ്വഭാവ രൂപീകരണം. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ സി ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 11. ഇത് PSC ജനറൽ ടോപ്പിക്സിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പരാമർശിക്കുന്ന ഹാപ്പി സ്കൂൾ സങ്കല്പം ഏത് രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോട് കടപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫിൻലാൻഡ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പരാമർശിക്കുന്ന ഹാപ്പി സ്കൂൾ സങ്കല്പം ഏത് രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഫിൻലാൻഡിനോട്. ഫിൻലാൻഡിൽ നിന്നെടുത്താണ് കേട്ടോ ഹാപ്പി സ്കൂൾ സങ്കല്പം. പറയുന്നവയിൽ വേദകാല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ജാതി പരിഗണന കൂടാതെ ഏവർക്കും വിദ്യാഭ്യാസം. വേദകാലത്ത് എങ്ങനെയാണ്? ജാതി പരിഗണനയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു വേദകാലത്ത്. അപ്പോൾ എന്താണ് ഇവിടെ താഴെ പറയുന്നവയിൽ വേദകാല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത അല്ലാത്തത് എന്താ? ജാതി പരിഗണന കൂടാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം. താഴെ പറയുന്നതിൽ വേദകാല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകളാണ് വ്യക്തിയുടെ ജീവിതത്തെ 4 ആശ്രമങ്ങളായി തിരിച്ചതിലൂടെ സമഗ്ര വികാസം വിഭാവനം ചെയ്തു. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവ ഉള്ളടക്കം. ചോദ്യോത്തര രീതിയിൽ സംവാദന രീതിയിലുള്ള അധ്യാപനം. വിദ്യാഭ്യാസത്തിന്റെ ഘടന 10+2+3 എന്ന പഠന സംവിധാനം ആദ്യമായി നിർദ്ദേശിച്ചത്. ഓപ്ഷൻ ബി ദേശീയ വിദ്യാഭ്യാസ നയം 1968. വിദ്യാഭ്യാസത്തിന്റെ ഘടന 10+2+3 എന്ന പഠന സംവിധാനം ആദ്യമായി നിർദ്ദേശിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം 1968. ഈ ഒരു കമ്മീഷൻ കോത്താരി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 1968 കമ്മീഷന്റെ പേര് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷനാണ് ഈ 10+2+3 എന്ന ഘടന നിർദ്ദേശിച്ചത്. അതായത് ഈ കമ്മീഷന്റെ അധ്യക്ഷൻ DS കോത്താരി ആയിരുന്നേ. ദേശീയ വിദ്യാഭ്യാസ നയം 1968 കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ DS കോത്താരി ആയിരുന്നു. അപ്പോൾ ഈ കമ്മീഷൻ അറിയപ്പെടുന്നത് കോത്താരി കമ്മീഷൻ എന്ന. കോത്താരി കമ്മീഷനാണ് 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഘടന നിർദ്ദേശിച്ചത്. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇവിടെ എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ഘടന 10+2+3 എന്ന പഠന സംവിധാനം ആദ്യമായി നിർദ്ദേശിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം 1968 ആണ്. കമ്മീഷൻ എന്താണ്? കോത്താരി കമ്മീഷൻ. DS കോത്താരി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. അതുകൊണ്ടാണ് ഇത് കോത്താരി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. കോത്താരി കമ്മീഷനാണ് 10+2+3 വിദ്യാഭ്യാസ ഘടന നിർദ്ദേശിച്ചത്. ഓക്കെ. സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDSന് കീഴിലുള്ള സേവനങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ ബി സ്ത്രീകൾക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി. സംയോജിത ശിശു വികസന സേവന പദ്ധതി എന്താണ്? ICDSന് കീഴിലുള്ള സേവനങ്ങളിൽ പെടാത്തത് എന്താണ്? സ്ത്രീകൾക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി. സംയോജിത ശിശു വികസന സേവന പദ്ധതി അഥവാ ICDSന് കീഴിലുള്ള സേവനങ്ങളിൽ പെടുന്നവയാണ് പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം, പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും രോഗപ്രതിരോധം. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ICDSന് കീഴിലുള്ള സേവനങ്ങളിൽ പെടുന്നവ പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം, പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും രോഗപ്രതിരോധം.
താഴെ പ്രതിപാദിക്കുന്നവയിൽ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1 and 2. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാ വോട്ടർമാരും ചേർന്ന സംവിധാനമാണ് ഗ്രാമസഭ. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243 ഗ്രാമസഭകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. താഴെ പ്രതിപാദിക്കുന്നവയിൽ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാ വോട്ടർമാരും ചേർന്ന സംവിധാനമാണ് ഗ്രാമസഭ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243 ഗ്രാമസഭകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യതകൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1 and 2. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യതകൾ ഏതെല്ലാമാണ്? പ്രസ്തുത ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? പ്രസ്തുത ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി 271. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 271 വകുപ്പിൽ. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 നിലവിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചു? ഓപ്ഷന് 1 and 3. വയനാട്, പാലക്കാട്. ഇത് ജനറൽ PSC ടോപ്പിക്സിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 നിലവിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്? വയനാട്, പാലക്കാട് ജില്ലകളിൽ. വികേന്ദ്രീകരണ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ വിഷയം ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രം. വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന: 9ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരള വികസന പദ്ധതി എന്ന പേരിൽ വികേന്ദ്രീക ആസൂത്രണം നടപ്പിലാക്കി. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ ജനകീയ ആസൂത്രണം എന്ന പേരിലാണ് വികേന്ദ്രീക ആസൂത്രണം നടപ്പിലാക്കിയത് കേട്ടോ. കേരള വികസന പദ്ധതി എന്നല്ല, ജനകീയ ആസൂത്രണം. ജനകീയ ആസൂത്രണം എന്ന പേരിലാണ് വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിൽ വരുത്തിയത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ ജനകീയ ആസൂത്രണം എന്ന പേരിലാണ് വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിൽ വരുത്തിയത്. കാരണം VFA പോലുള്ള എക്സാമുകൾക്ക് ഈ ചോദ്യമൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. നോക്കിക്കുക, എന്താണ് വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാ? 9ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരള വികസന പദ്ധതി എന്ന പേരിൽ വികേന്ദ്രീക ആസൂത്രണം നടപ്പിൽ വരുത്തി. അങ്ങനെയാണോ? അല്ല. എന്താണ് കറക്റ്റായിട്ട് പറയുന്നത്? 9ാം പഞ്ചവത്സര പദ്ധതിയിൽ ജനകീയ ആസൂത്രണം എന്ന പേരിൽ വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിൽ വരുത്തി. ഇനി നോക്കിക്കേ, വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ. ഏതൊക്കെയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയിൽ വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് 1994 കേരള പഞ്ചായത്ത് രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു. ഓർത്തു വയ്ക്കുക, വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന ബജറ്റിന്റെ ഏത് അനുബന്ധത്തിലാണ് പ്രതിപാദിക്കുന്നത്?
ഓപ്ഷൻ ഡി അനുബന്ധം 4. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉള്ള വികസന ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന ബഡ്ജറ്റിന്റെ ഏത് അനുബന്ധത്തിലാണ് പ്രതിപാദിക്കുന്നത്? അനുബന്ധം 4. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാമ പട്ടികയിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി 3-ാം പട്ടിക. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാം പട്ടികയിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? 3-ാം പട്ടികയിൽ. VFA എക്സാം ഉള്ളവർ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് 84, 85, അതുപോലെ 83, 84, 85 ചോദ്യങ്ങളൊക്കെ VFAയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് പോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും VFAക്ക് അങ്ങനെ ഇല്ല, എന്നാൽ പോലും VFAയുടെ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. പഞ്ചായത്ത് രാജൊക്കെ വരുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് രാജ്, വികേന്ദ്രീകൃത ആസൂത്രണം ഒക്കെ VFAയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് താഴെ പ്രതിപാദിച്ചിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷന് 2 മാത്രം. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് താഴെ പ്രതിപാദിച്ചിരിക്കുന്നത് ശരിയായവ ഏതൊക്കെയാണ്? 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. VFA ഉള്ളവർ പ്രത്യേകിച്ചും, അല്ലാതെ ഏത് എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നവയിൽ ശരിയായത്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. ഓക്കെ, ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 1995-96 നബാർഡ് ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, RIDF. ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 1995-96 നബാർഡ് ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ പദ്ധതി ഏതാണ്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, RIDF. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേരള സർക്കാരിന്റെ ശുചിത്വ പദ്ധതി ഏതാണ്? സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാ? ഓപ്ഷൻ സി ആർദ്രം. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആർദ്രം. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി കിർത്താഡ്സ്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏതാണ്? കിർത്താഡ്സ്. ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. ഏതൊക്കെയാണ് ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകൾ? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകൾ: ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ താഴെ പറയുന്നതിൽ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3, 4 എന്നിവ മാത്രം. കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? ധനകാര്യം, വികസനം, ക്ഷേമകാര്യം, ആരോഗ്യവും വിദ്യാഭ്യാസവും. കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? ധനകാര്യം, വികസനം, ക്ഷേമകാര്യം, ആരോഗ്യവും വിദ്യാഭ്യാസവും. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലയിൽ വരുന്ന വിഷയങ്ങൾ താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതെല്ലാമാണ്?
ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവയെല്ലാം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലയിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലയിൽ വരുന്ന വിഷയങ്ങൾ താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതെല്ലാമാണ്? പട്ടികജാതി പട്ടികവർഗ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? ഓപ്ഷൻ എ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി അഗതിരഹിത കേരളം. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് അഗതിരഹിത കേരളം. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 40. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 40. ഇപ്പം ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ VFAയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 40. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണേ, നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. അടുത്ത ചോദ്യം PSCയുടെ ഫൈനൽ ആൻസർ കീ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഇപ്പം 98ാമത്തെ ചോദ്യം. സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ബി പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? അപ്പോൾ നോക്കിക്കേ, കേരളത്തിലെ ഇപ്പോഴത്തെ ഇപ്പം മന്ത്രിമാരെല്ലാം മാറിയല്ലോ. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം മന്ത്രി KM ഷാജിയാണ്. ഓർത്ത് വെച്ചോണം, തദ്ദേശ സ്വയംഭരണവും ഗ്രാമവികസനവും KM ഷാജിയാണ്. KM ഷാജി. എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു ആണ് കേട്ടോ. എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു ആണ്. M ലിജു. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസന വകുപ്പ് മന്ത്രി KM ഷാജി, എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു. മന്ത്രിമാരും വകുപ്പുകളും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പുതിയ മന്ത്രിമാരും കേരളത്തിലെ പുതിയ മന്ത്രിമാരും വകുപ്പുകളും. ഇനി അത്രയും വൈഡായിട്ട് പഠിക്കാൻ പറ്റത്തില്ലാത്തവർ, അത്രയും പഠിച്ചാൽ ഓർമ്മ നിൽക്കുമല്ലെന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം, മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ നോക്കിയാൽ മതി കേട്ടോ. അത്രയും പഠിച്ചാൽ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ ഒരു നോട്ട് പോയി കണ്ടുപഠിക്കുക കേട്ടോ. മന്ത്രിമാരും പ്രധാനപ്പെട്ട വകുപ്പുകളും മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ ഫൈനൽ ആൻസർ കീയും പ്രൊവിഷണൽ ആൻസർ കീയും മാർക്ക് ചെയ്ത PDF-കളൊക്കെ ടെലഗ്രാം ചാനലിൽ കിട്ടും. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്